ഇനി നമുക്ക് 1 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യണമെന്നെങ്കിലെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 1 കപ്പ് നമ്മുടെ മൈദ എടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ലൂസ് മൈദയാണ്, കുത്തുവിളക്കിൻ്റെ ലൂസ് മൈദയാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. ഇതിൽ നിന്നും 4 ടേബിൾ സ്പൂൺ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ പകരം 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെ ഈ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണമേ. ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അരച്ചതിന് ശേഷം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. തണുപ്പില്ലാത്ത 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ നമുക്ക് പ്ലഫി ആക്കി എടുക്കാമേ. ഇതാ നല്ലതുപോലെ തന്നെ ഒന്ന് പ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാവൂ. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി എന്താ വേണ്ടത്, നമുക്കൊരു സ്പാച്ചുലർ വേണം. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൽ നമുക്ക് മിൽക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ. വൈറ്റ് ഫോറസ്റ്റിലാണ് നമ്മൾ കുറച്ച് മിൽക്ക് ചൂടാക്കി നമ്മൾ ഒഴിക്കുന്നത്. ഇനി ഇതിനെ ഒരു 45 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓവനിലല്ല, നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കേക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തടുക്കാനായിട്ട് കുറച്ച് വെള്ളത്തിലാണ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ചേർത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് ബീറ്റായി വരണം കേട്ടോ. ഇതുപോലെ നല്ല രീതിക്ക് ബീറ്റായി കിട്ടണം. ഇത് നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് വളഞ്ഞു പോകാൻ പാടില്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ ബേസ് വെച്ച് കുറച്ച് ക്രീം വെച്ചതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ ക്രീം നമുക്ക് എല്ലായിടത്തും എത്തുന്ന രീതിക്കൊന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർക്കണം. ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം മസ്റ്റായിട്ടും കേക്ക് ചെയ്യുന്നത് ഏത് കേക്ക് ചെയ്താലും തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണം. അപ്പം നല്ല ടേസ്റ്റാണ്. അതിൻ്റെയോടൊപ്പം കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സെക്കൻഡ് ലെയർ വെച്ച് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ലെയറും ചെയ്യുന്ന സമയത്ത് സൈഡിലെ ക്രീമും ഒന്ന് നീറ്റാക്കി കൊടുക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.